നമ്മുടെ സമൂഹത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്ക്. ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ എന്തെല്ലാം കലഹങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഇതൊന്നും കാണാതെയാണോ ഇതിനെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കുകയും ഇതിനെതിരായി പ്രവർത്തിക്കുകയും ചെയ്യുന്നത്? ജാതീയതയും വർണ്ണവും വ്യത്യാസങ്ങളും ഒക്കെ നമ്മുടെ ഈ കൊച്ചു നാടിനെ മുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തരുണത്തിലാണ് വേടൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ജീവിതത്തിൽ ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും അനുഭവിച്ചതായ വേദനകളെ, ത്യാഗങ്ങളെ ഒരു പാട്ടിലൂടെ അവതരിച്ചപ്പോൾ താൻ ഈ നാടിനെ ജാതീയതയിലേക്ക് വലിച്ചിഴയ്ക്കുകയാണ് എന്ന് മീഡിയയിലൂടെയൊക്കെ നാം ദിനംതോറും കണ്ടുകൊണ്ടിരിക്കുകയാണ്. മീഡിയ മാത്രമല്ല, രാഷ്ട്രീയ പ്രവർത്തകരും മറ്റ് സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ജാതീയതയ്ക്ക് കൂട്ടുനിൽക്കുന്നു, ജാതീയത വളർത്തുവാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ അതേ പരസ്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വർഗീയതയില്ലേ? ഏത് മതമായാലും ആ മതത്തിലെല്ലാം ഈ വർഗീയതയെക്കുറിച്ചുള്ള വേദനകൾ അവരുടെ ഉള്ളിലുണ്ട്. പക്ഷേ അവരാരും അത് പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടുത്തെ താഴ്ന്ന ജാതിയിൽപ്പെട്ടവൻ, നിറം മങ്ങിയവൻ, അവരൊക്കെ വേദനകൾ ധാരാളം അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അവരാരും പ്രതികരിക്കുന്നില്ല. ഈ ചെറുപ്പക്കാരൻ സസന്തോഷം, ധൈര്യത്തോടെ അതിനെ പ്രതികരിക്കുവാൻ വെളിയിൽ വന്നപ്പോൾ ഇവിടെയുള്ള ജന്മികളായിരിക്കുന്ന ആൾക്കാർക്ക് അത് വലിയ അരോചകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയരെ, ജാതീയതയില്ലെന്ന് പറയുന്ന, മതവും വർണ്ണവും വർഗവും ഇല്ല എന്ന് പറയുന്ന ഈ പ്രിയപ്പെട്ടവർ തങ്ങളുടെ സ്വന്തം മക്കളുടെ വിവാഹ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അവർ എല്ലാം അംഗീകരിക്കും. പണമുണ്ട്, സൗകര്യമുണ്ട്, ജീവിതത്തിലെ എല്ലാ സുഖസൗകര്യങ്ങളുണ്ട്, എല്ലാം കൊണ്ടും ഉയർന്ന നിലവാരത്തിലാണ്. എങ്കിലും അവരുടെ അവസാനത്തെ അന്വേഷണം അവർ ജാതി എന്ത് എന്നുള്ളതാണ്. അവരുടെ ജാതി എന്ത് എന്ന് മനസ്സിലാക്കിയാൽ അതിൽ നിന്ന് അവർ പിൻവാങ്ങുന്ന അവസ്ഥകളാണ് കാണുന്നത്. ഇന്ന് നടക്കുന്ന 90% നരഹത്യകൾ ജാതിയുടെ പേരിലാണ്. ഒരു ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയെ, താഴ്ന്ന ജാതിക്കാരിയെ, ഇല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടവൻ ഒരു ഉയർന്ന ജാതിയിലുള്ള ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചാൽ, ഇഷ്ടപ്പെട്ടാൽ അവരെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന ഒരു തലമുറയാണ് നമ്മൾ കാണുന്നത്. മാതാപിതാക്കൾ, സഹോദരങ്ങൾ അതിനെ ശക്തമായി എതിർക്കുകയും അവരെ ഇല്ലായ്മ ചെയ്യുകയാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ജാതീയത ഇവിടെ ഇല്ല എന്ന് ഒരുത്തർക്കും പറയാൻ കഴിയത്തില്ല. തങ്ങളുടെ മതപരമായ കാര്യങ്ങളായിരുന്നാലും ആചാരപരമായിരിക്കുന്ന കാര്യങ്ങളായിരുന്നാലും അവിടെയൊക്കെ വരുമ്പോൾ അവരുടെ ജാതിയും മതവും എല്ലാം നോക്കിയാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഒരു അറുതി വരുത്തണം, ഇതിനൊരു മാറ്റമുണ്ടാകണം എന്നുള്ള ചിന്തയോടുകൂടെ ആ ചെറുപ്പക്കാരൻ അതിന് മുൻപോട്ട് കടന്നു വന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തിലും പലരുമുണ്ട്, ഈ വേദനകൾ അനുഭവിക്കുന്നവരുണ്ട്, ഈ പ്രതികൂല സാഹചര്യങ്ങൾ അതിനെ തരണം ചെയ്യുന്നവരുണ്ട്. എന്നാൽ അവർക്ക് വെളിയിലേക്ക് വരുവാൻ, പുറത്തേക്ക് വരുവാൻ
അതിനെ പ്രതിരോധിക്കുവാൻ കഴിയാത്ത നിലയിൽ അവർ ശ്വാസം മുട്ടി ബുദ്ധിമുട്ടി നിൽക്കുകയാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ജാതി വ്യവസ്ഥയെ നിർമൂലനം ചെയ്യുവാൻ വേണ്ടിയാണ് ഇവിടെ പലരും മുൻപോട്ട് വന്നിട്ടുള്ളത്. പക്ഷേ അവരൊക്കെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ കലഹങ്ങൾ സൃഷ്ടിക്കുകയാണ്. അതുകൊണ്ട് ഈ നാടുകളിൽ ഞാൻ പറയട്ടെ, ജാതിയും മതവും മാറ്റിവെച്ചിട്ട് നമ്മളെല്ലാം ഒന്നാണ് എന്നുള്ള ആ ചിന്തയിലേക്ക് നാം വരണം. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഭൂമിയിൽ എല്ലായിടത്തും ചിതറിപ്പാർക്കുവാൻ ദൈവം ഒരുത്തനിൽ നിന്ന് മാനവജാതിയെ മുഴുവനും ഉരുവാക്കി. അപ്പോൾ ഒരുത്തനിൽ നിന്നാണ് മാനവജാതി മുഴുവനും ഉരുവായിരിക്കുന്നത്. ആ ഒരുത്തൻ്റെ രക്തമാണ് എല്ലാവരിലും വ്യാപരിക്കുന്നത്. ഇവിടെ ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും ഏത് മതസ്ഥനായിരുന്നാലും വെളുത്തവനായിരുന്നാലും കറുത്തവനായിരുന്നാലും എല്ലാവരുടെയും ശരീരത്തിൽ ഓടുന്ന രക്തം ഒരുവൻ്റെ രക്തമാണ്. ആ രക്തത്തിന് വ്യത്യാസമില്ല. രക്തത്തിൻ്റെ ഗ്രൂപ്പുകൾക്ക് വ്യത്യാസം കാണും, പക്ഷേ രക്തം ഒരുവൻ്റെ രക്തമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഒരു രക്തത്തിൻ്റെ അവകാശികളാണ്, അല്ലെങ്കിൽ ഒരു രക്തത്തിൽ പിറന്നവരാണ്. നമ്മളെല്ലാം സഹോദരങ്ങളാണ്. ഈ ബോധം നമ്മുടെ ഉള്ളിൽ വന്നാൽ ഇവിടെ ജാതീയതയും വർഗീയതയും വർണ്ണവും ഒക്കെ മാറ്റി നമുക്ക് നമ്മുടെ സമൂഹത്തെ ഒറ്റക്കെട്ടായി മുൻപോട്ട് നിർത്തി ഒരു നല്ല രാജ്യം, ഒരു നല്ല സാമ്രാജ്യം പണിയുവാൻ നമുക്ക് കഴിയും. അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങളാണ് നാം ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമുക്ക് ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് ഒരു മനസ്സോടെ കരങ്ങളെ കോർത്ത് പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ അവൻ നമുക്ക് ഈ ദിവസങ്ങളിൽ നമുക്ക് പരിശ്രമിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ രാജ്യം, നമ്മുടെ രാജ്യത്തിലുള്ള ജനസമൂഹം എല്ലാവരും അതേ സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കുവാൻ ഇടയാകും. അതിനുവേണ്ടി നമുക്ക് പ്രയത്നിക്കാം, അതിനുവേണ്ടി നമുക്ക് അധ്വാനിക്കാം, അതിനുവേണ്ടി നമുക്ക് പോരാടാം. എല്ലാ നന്മകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകളെ ഞാൻ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.